Hey guys, welcome to my YouTube channel. So, നമ്മളിന്ന് ഹൈലൈറ്റിൽ പോവാണ്. ഹൈലൈറ്റിൽ നെസ്റ്റോയിൽ കുറച്ച് നല്ല ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പർച്ചേസിങ്ങിന് വേണ്ടി പോവാണ്. എമറിക്ക് കുറച്ച് ദിവസമായിട്ട് നല്ല ചുമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഹോമിയോ ഡോക്ടർ കാണിച്ചപ്പം ഒരു മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കുകയാണ്. മരുന്നൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ നമ്മൾ എമറിനെ മാറ്റിച്ച് പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ മാറ്റിലൊക്കെ കഴിഞ്ഞ് ഞാൻ പാല് പമ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും ഒരു 2 ദിവസമായിട്ട് എനിക്ക് പാല് ഭയങ്കര കുറവായിരുന്നു. ഇപ്പം നോർമലായി. അപ്പം പാല് പമ്പ് ചെയ്തിട്ട് എനിക്ക് അത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മോളിലേക്കല്ല, അവിടെ ഫീഡിങ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കാറിൽ കയറി അപ്പം എമരെ ഉറങ്ങാൻ തുടങ്ങും. എന്താണെന്നറിയില്ല, അവൾ അങ്ങനെയാണ്. കാറിൽ കയറി അവളപ്പോൾ ഉറങ്ങും. പിന്നെ പുറത്തൊക്കെ എത്തിയാൽ ആദ്യം പുറത്തെത്തിയാലും ഉറങ്ങുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് ഉണരുന്നുണ്ട്. ഹൈലൈറ്റിലെത്തി നമ്മൾ നേരെ നെസ്റ്റോയിലേക്കാണ് പോയത്. നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഓഫറുകൾ തന്നെ ഉണ്ടായിരുന്നു. വെറും 99 റുപ്പീസിനാണ് നമ്മൾ ആ ബൗളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. നല്ല എക്സൈറ്റിംഗ് ഓഫേഴ്സ് ഉണ്ട് നെസ്റ്റോയിൽ. പിന്നെ കുറച്ച് നേരം പർച്ചേസിങ്ങും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വിശക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല തിരക്കാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെയോ ഫുഡൊക്കെ എടുത്ത് ക്യൂ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ എടുത്ത കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ബില്ല് ചെയ്തു. വീട്ടിലെ ഗ്രോസറിയും സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ബില്ല് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നേരെ നമ്മൾ ഫീഡിങ് റൂമിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നുള്ള ഡൈപ്പറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തു, ഫീഡ് ചെയ്തു. സത്യം പറഞ്ഞാൽ മുകളിലേക്ക് വരാമെന്ന് പറയുമ്പം എനിക്കൊരു കംഫർട്ടബിളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫീഡിങ് റൂമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവളെടുത്തിട്ട് നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് വരാം. നോർമലി ഞാനൊരു ബീച്ച് പേഴ്സൺ ആണ്, പക്ഷേ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു മോൾ പേഴ്സൺ ആയിക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ഇതാ. ചില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് ചില്ല് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എമറിൻ്റെ കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകാം. അവളെ ഫീഡിങ്ങും അതുപോലെ തന്നെ ഡൈപ്പർ ചേഞ്ച് ചെയ്യാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അതിനൊക്കെ പറ്റിയിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നുണ്ടായിരുന്നു. നമ്മളൊരു പിzzയും അതുപോലെ തന്നെ പാസ്തയും മോമോസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് ഒരു ഓക്കെയാണ്, നല്ല രസമുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് കഴിച്ചിടാം, അങ്ങനത്തെ ഒരു ഐറ്റമാണ്. പിന്നെ എമറി കുറേ നേരം ഇമ്മൻ്റെ കൂടെ കളിച്ചിരുന്നു. ഇമ്മന്നേനും കുറേ നേരം ഓളത്തിൻ്റെ നോക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. എൻ്റെ ഉമ്മ എന്നെ കുറേ കാര്യങ്ങൾ ചെയ്യൽ. എനിക്കിപ്പോഴും കുറേ കാര്യങ്ങളൊന്നും ഐഡിയ ഇല്ല, ഞാനൊക്കെ മാനേജ് ചെയ്ത് വരുന്നുള്ളൂ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.